ഡൽഹിയിൽ 70 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് ജനങ്ങൾ വിധി എഴുതുന്നത്. അതിൽ നോക്കുകയാണെങ്കിൽ വളരെ കൗതുകകരമായ കാര്യം 699 സ്ഥാനാർത്ഥികൾ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ഡൽഹി പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ വേളയിൽ തന്നെ 1000-നടുത്ത് കേസുകളുമായിട്ടുണ്ട്. എന്തായാലും ഇതുവരെ ഭേദപ്പെട്ട പോളിംഗ് ആണ്. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ, അതിഷി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ വോട്ട് ചെയ്തു. വയനാട് എം പി കൂടിയായ പ്രിയങ്ക ഗാന്ധിയും അല്പസമയത്തിനകം അവിടെ വോട്ട് രേഖപ്പെടുത്തും. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, ഒരു ത്രികോണ മത്സരം എന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കുമുള്ള ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഏറ്റവും കൃത്യമായൊരു ഫൈറ്റ് BJPയും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും തമ്മിലാണ്. കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു, സ്ത്രീകൾ പുറത്തേക്കിറങ്ങി വോട്ട് ചെയ്താൽ 55 സീറ്റ് നേടി വീണ്ടും അധികാരത്തിൽ വരുമെന്ന്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഒരു ഭാഗത്ത് പ്രയാഗ്രാജിൽ മോദി ഉണ്ട്. അതെല്ലാം ഈ ഡൽഹി തെരഞ്ഞെടുപ്പ് ജനവിധി എഴുതുന്ന ദിവസമാണെന്നതോടുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് കാര്യങ്ങൾ? ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നുണ്ടോ? അതിശൈത്യമാണല്ലോ അവിടെ. തീർച്ചയായിട്ടും നോക്കൂ, ഈ മോദി പ്രയാഗ്രാജിലെത്തിയതടക്കം ഡൽഹി തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ രാവിലെ 2 മണിക്കൂറിൽ, അതായത് 7 മണി മുതൽ 9 മണി വരെ പോളിംഗ് നടന്നിരിക്കുന്ന മന്ദഗതിയിലാണ്. 8.10% മാത്രമാണ്. പക്ഷെ പിന്നീട് രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. അതിനുശേഷം പക്ഷേ തണുപ്പൊക്കെ വിട്ട് വെയിലെത്തി, ചൂടായിട്ടുണ്ട്. ആളുകൾ കൂടുതലായിട്ട് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോധി എസ്റ്റേറ്റിലാണ്. ഇവിടെ ഈ അടൽ ആദർശ് വിദ്യാലയയിലാണ്. അല്പസമയത്തിനകം തന്നെ പ്രിയങ്ക ഗാന്ധി എത്താൻ പോകുന്നതും വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നതും. പല മണ്ഡലങ്ങളിൽ, ഏകദേശം 10ഓളം മണ്ഡലങ്ങളിൽ, ന്യൂഡൽഹി അടക്കമുള്ള 10ഓളം മണ്ഡലങ്ങളിൽ ത്രികോണ പോരാട്ടം നടക്കുന്നുണ്ട്. കോൺഗ്രസും BJPയും ആം ആദ്മി പാർട്ടിയും തമ്മിൽ. പക്ഷേ ആകെ തുകയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി ആം ആദ്മി പാർട്ടി വേഴ്സസ് BJP എന്നുള്ള നരേന്ദ്രമോദി വേഴ്സസ് കേജ്രിവാൾ എന്നുള്ള പോര് വളരെ വ്യക്തമാണ്. മധ്യവർഗത്തിലേക്ക് തന്നെയാണ് കൃത്യമായിട്ട് ഇരു പാർട്ടികളും ഫോക്കസ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള പ്രചാരണം നടത്തിയിരിക്കുന്നതും ഇപ്പോൾ വാഗ്ദാനങ്ങളായാലും വികസന പദ്ധതികളായാലും പ്രഖ്യാപിക്കുന്നതും മധ്യവർഗത്തെ, ഡൽഹിയിലുള്ള ഏറ്റവും വലിയ സാലറീഡ് ക്ലാസ് ആയിട്ടുള്ള ജനങ്ങളെ ലക്ഷ്യമിട്ട് തന്നെയാണ്. അത്തരം ആളുകൾ ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്നുണ്ട്. വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന ആളുകളുടെ എണ്ണവും ഗണ്യമായി ഇപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഒരു 12 മണി വരെ വലിയ തോതിൽ ആളുകൾ എത്തും. പിന്നീട് അങ്ങോട്ട് കുറയുമെന്നാണ് നിലവിലുള്ള കണക്കുകൾ. പക്ഷേ കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനം 65 എന്ന ശതമാനത്തെ നിലവിൽ പിന്നിടാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ് നിലവിൽ ഉള്ളത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിരവധി 1000-ലധികം കേസുകൾ ഉണ്ടായ സാഹചര്യമുണ്ട്. പല സംഘർഷ സാധ്യതയുള്ള ബൂത്തുകളുണ്ട്. അവിടെയെല്ലാം തന്നെ പോലീസിന് പുറമെ CRPF, അർദ്ധസൈനിക ഉദ്യോഗസ്ഥരെയും ഫ്ലൈയിങ് സ്ക്വാഡുകളെയും നിയോഗിച്ചുകൊണ്ട്, പക്ഷേ വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ആളുകൾ കൂടുതൽ തോതിൽ എത്തുന്നുണ്ട്. മധ്യവർഗത്തിനിടയിലേക്ക് പാർട്ടികൾ നയങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തിന് വോട്ട് ചെയ്യണം, എന്തിന് എത്തണം എന്നുള്ള കാര്യം. വികസന കാര്യങ്ങളും മറ്റ് പദ്ധതികളുമാണ് ആം ആദ്മി പാർട്ടി പ്രത്യേകിച്ച് കേന്ദ്രീകരിച്ചതെങ്കിൽ അഴിമതി ആരോപണങ്ങളായിരുന്നു BJP കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട്. പക്ഷേ ഡൽഹിയിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്.